ദേശീയപാത 66-ലെ കുമ്പള ടോൾ പ്ലാസ 2 ദിവസത്തിനകം അടച്ചുപൂട്ടുമെന്ന് ബി.ജെ.പി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഫയലിൽ ഒപ്പുവച്ചു. ഇക്കാര്യം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി അറിയിച്ചു. തൊട്ടുപിന്നാലെ FB പോസ്റ്റുമായി കെ സുരേന്ദ്രനും രംഗത്തെത്തി. ടോൾ പ്ലാസയിൽ ബി.ജെ.പി. പ്രകടനം സംഘടിപ്പിച്ചു. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, കുമ്പളയിൽ ടോള് നിർത്തണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ, വലിയ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ടോൾ പിരിവ് 2 ദിവസത്തിനകം ടോൾ അടച്ചുപൂട്ടുമെന്ന വിവരമാണ് ബി.ജെ.പി. പറയുന്നത്. ഇതിൽ എന്താണ് വ്യക്തത വരുന്നത്? വിവരങ്ങൾ. സന്ധ്യ, എന്തായാലും വലിയ തോതിലുള്ള സമര പ്രക്ഷോഭങ്ങളാണ് അടുത്ത കാലത്തായി കുമ്പള കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്നത്. അത് ഒരേ സമയം തിരുവിലും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടവും നടന്നിരുന്നു. അതിനിപ്പോൾ ഒരു അന്ത്യം കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല രീതിയിലുള്ള സമവായ ചർച്ചകൾക്കൊന്നും തന്നെ NHA യാതൊരു തരത്തിലും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ ജനവികാരത്തിന് മുൻപിൽ മുട്ടുകുത്തേണ്ടി വരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അത് കെ സുരേന്ദ്രന്റെ FB പോസ്റ്റിലൂടെയാണ് പൊതുജനങ്ങൾ അറിയുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നാളെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഉത്തരവ് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ആദ്യഘട്ടത്തിൽ നേരിട്ട് കാശ് വാങ്ങുന്ന സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കിയിരുന്നു. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ നിന്ന് ഫാസ്ടാഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടോൾ പിരിക്കുന്നതും നിർത്തിവെച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസങ്ങൾക്കകം തന്നെ പൂർണ്ണമായി ആരിക്കാടിയിൽ നിന്ന്, കുമ്പളയിൽ നിന്ന് ഈ രീതിയിൽ ടോൾ കോംപ്ലക്സ് പൂർണ്ണമായും പൊളിച്ചു മാറ്റുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 500-ലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് തന്നെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം നടന്നു. അതോടൊപ്പം തന്നെ ആഹ്ലാദ പ്രകടനമുണ്ടായി. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് അവർ ആഹ്ലാദം പങ്കുവച്ചത്. ഈ സമരസമിതിയുടെ ഭാഗമായിരുന്നില്ല ബി.ജെ.പി. പ്രത്യേകമായും ഈ രീതിയിൽ അവിടെ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും വലിയ രീതിയിൽ പ്രചരണ വിഷയമാവാൻ തയ്യാറായിരുന്നതാണ് കുമ്പളയിലെ ടോൾ ബൂത്ത്. ഇനി ആര് ഇതിൽ വലിയ തോതിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കി പൂട്ടിച്ചതെന്നത് ആ രീതിയിലേക്കുള്ള ചർച്ചയായും ആരോപണ പ്രത്യാരോപണങ്ങളായും ഉയർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതായും ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടാകും.